ഓം ശ്രീ സായി ഭഗവതേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. ശ്രീ സായിബാബയുടെ കാൽപാദം പതിഞ്ഞ ഷിറിഡിയിലെ മണ്ണിന് അസാധാരണ നിലയിലുള്ള പ്രാധാന്യം ലഭിച്ചു. ജ്ഞാനേശ്വർ ആലണ്ടിയെ ഉയർത്തി, ഏകനാഥ് പൈത്താനെ ഉരുവാക്കി. അതേപോലെ സായിബാബ ഷിറിഡിയെ ഉത്ഭവിപ്പിച്ചു. അവിടുത്തെ പുല്ലുകൾ, ഇലകൾ ഇവയെല്ലാം പരിപൂർണമായി ബാബയുടെ കാലടികളെ ചുംബിക്കുവാനും മണൽത്തരികളെ തലയ്ക്കുമീതെ വയ്ക്കുവാനും ഭാഗ്യമുണ്ടായി. പണ്ഡർപൂർ, ജഗന്നാഥ്, ദ്വാരക, ബനാറസ്, രാമേശ്വരം, ബദരിനാഥ്, നാസിക്, ത്രയംബകേശ്വർ, ഗോകർണം എന്നീ സ്ഥലങ്ങൾ പോലെ ഷിറിഡി ഭക്തന്മാരുടെ പുണ്യസ്ഥലമായി തീർന്നു. ഷിറിഡിയിലെ സായി ദർശനം വേദം, തന്ത്രം എന്നിവ പഠിക്കുന്നത് പോലെയായി. സംസാര ദുഃഖത്തെ നിലനിർത്തി സ്വയം സ്മരണയെ ഉളവാക്കി. സായിയുടെ ദർശനം നമുക്കൊരു യോഗ സാധനയായിരുന്നു. ബാബയോടുള്ള സംസാരം പാപങ്ങളെ നശിപ്പിച്ചു. കാലുകളെ കഴുകുന്നത് ത്രിവേണി പ്രയാഗ് സംഗമം പോലെയായിരുന്നു. സായിബാബയുടെ കാലുകളിൽ വീണ വെള്ളം കഴിച്ചാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. നമുക്ക് ബാബയുടെ ആജ്ഞകൾ വേദവാക്യങ്ങളാണ്. പ്രസാദവും വിഭൂതിയും കഴിക്കുന്നത് നമ്മളെ ശുദ്ധീകരിക്കുന്നു. സായി നമ്മുടെ പരബ്രഹ്മമാണ്. സായിബാബ ഒരു ജോഡിയുടെ രണ്ടറ്റങ്ങളായിരുന്നു. ഒരിക്കലും നിരാശപ്പെടുകയോ സന്തോഷിക്കുകയോ ചെയ്തിരുന്നില്ല. ബാബ എപ്പോഴും സ്വയം ചിന്തയിലായിരുന്നു. ഷിറിഡി ബാബയുടെ മധ്യസ്ഥ സ്ഥലമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എത്രയും ദൂരത്തിലുള്ള പഞ്ചാബ്, കൽക്കത്ത, ഉത്തരേന്ത്യ, ഗുജറാത്ത്, ഢാക്ക, കൊങ്കൺ എന്നീ സ്ഥലങ്ങളിലൊക്കെ എത്തിയിരുന്നു. ഇങ്ങനെ സായി ബാബയുടെ കീർത്തി അതിവിദൂര സ്ഥലങ്ങളിലേക്ക് പരന്നിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ബാബയെ വന്നു കാണുകയും ആശീർവാദത്തിന് വിധേയരാവുകയും ചെയ്തിട്ടുണ്ട്. ബാബയുടെ ദർശനത്താൽ ആളുകൾ ഉടനടി സ്വസ്ഥന്മാരായി തീർന്നു. പണ്ടീരപുരത്തിലെ വിത്തൽ രാക്കും മായിയെ സന്ദർശിച്ച് ഭക്തർക്ക് കിട്ടുന്ന സന്തോഷം ഇവിടെയും അവർക്ക് ലഭിച്ചിരുന്നു. ഇതൊരു അതിവാദമല്ല, കാര്യമാണ്. ഒരു ഭക്തൻ ഈ കാര്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കാം. 25 വയസ്സുള്ള ഗൗളി ബുവ പണ്ടീരകപുരത്തിലെ ഒരു പഴയ ഭക്തനായിരുന്നു. അദ്ദേഹം 8 മാസം പണ്ടീരകപുരത്തിലും ബാക്കി 4 മാസം നദീതീരങ്ങളിലും വസിച്ചിരുന്നു. ചുമടെടുക്കാൻ ഒരു കഴുത കൂട്ടത്തിലുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ശിഷ്യൻ. എല്ലാ വർഷവും പണ്ടീരകപുരത്തിലേക്ക് ചെല്ലും. പിന്നെ ബാബയെ കാണാനായി ഷിറിഡിക്കും പോയിരുന്നു. ബാബയെ വളരെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം എപ്പോഴും ബാബയെ ഉറ്റുനോക്കുകയും ഈ പണ്ഡരീനാഥ് വിത്തൽ ഭഗവാൻ ഏഴപ്പെട്ട അനാഥർക്ക് ഒരു കാരുണ്യമൂർത്തി എന്ന് പറയുകയും ചെയ്യും. വിത്തോബായിലെ ഒരു പഴയ ഭക്തനായിരുന്നു ഗൗളി ബുവ. പല പ്രാവശ്യം പണ്ഡരിക്ക് ചെന്ന് സായി ബാബ ഒരു പ്രത്യക്ഷ പണ്ഡരീനാഥനാണെന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.